ബ്ലോക്കാണ് അവിടെ. ആ, അതായത് പൈപ്പ് ലൈൻ റോഡാണ് കേട്ടോ. ഈ പൈപ്പ് ലൈൻ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളമായിട്ട് ബ്ലോക്കാണ്. ഇവിടെ പ്രവർത്തനങ്ങൾ, അതായത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. മാസത്തിലൊരിക്കലോ ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് തകർത്ത് ഇതിൽ പൈപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം റോഡിന്റെ സ്ഥിതി നോക്കൂ. ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് റോഡിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെടും, വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ റോഡിന്റെ അവസ്ഥ കെടുക്കുന്നത്. ഒരു വികസന പ്രവർത്തനം ഡെവലപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു വികസനം തകർക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ വികസനം തകർക്കുന്ന അതേ സമയത്ത് തന്നെ റോഡിലുണ്ടാവുന്ന ബ്ലോക്കുകൾ, കാര്യങ്ങൾ, അനാവശ്യമായിട്ട് നമ്മളുടെ ടൈം വേസ്റ്റ് ആവുന്നു. അതായത് ഈ പറയുന്ന തൃശ്ശൂർ തൊട്ടിട്ട് കുന്നംകുളം ഗുരുവായൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂറിന്റെ യാത്ര 4 മണിക്കൂറോളം എടുത്തിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഒരേ സമയം തൃശ്ശൂരിൽ ഒരുപാട് റോഡുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ടാക്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റോഡുകളാണ് തകർത്തിട്ടുള്ളത്. മറ്റൊരു വികസനം കാഴ്ചവെക്കുന്നതിനായിട്ട് ഒരു വികസനം തകർത്തുകൊണ്ടുള്ള ഇതുപോലത്തുള്ള വികസന പ്രവർത്തനങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.